ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിന് പേര് കൊടുത്തിരിക്കുന്നത് അൺടോൾഡ് സ്റ്റോറീസ് ബൈ സാൻഡ്ര എന്നാണ്. എല്ലാവരും ആ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ കുറച്ച് കഥകളൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതും എൻ്റെ ലൈഫ് ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, എൻ്റെ ലൈഫ് സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുണ്ട്, പലതരത്തിലുള്ള കഥകളുണ്ട്. ആ കഥകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കഥകളിലൂടെയാണ് നമ്മുടെ ജീവിതം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ തന്നെ കഥകളാവണമെന്നില്ല, മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ സാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ വരുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അപ്പം എന്നും കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കാർട്ടൂണുകളിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലെ കഥകളിലൊക്കെ എപ്പോഴും നമ്മൾ കാണാം, ഒരു മോറൽ സ്റ്റോറി ആയിരിക്കും നമുക്ക് തരിക. അതായത് ഒരു കഥ കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം അതിനെക്കുറിച്ച് ഒരു കാര്യം, ഒരു ഗുണപാഠം നമുക്ക് പറഞ്ഞു തരും അല്ലേ. എപ്പോഴും അങ്ങനെ ഒരു ഗുണപാഠത്തിലൂടെ ആയിരിക്കും ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഥ പഠിപ്പിക്കുന്നത് ഒരു ഗുണപാഠം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കഥകളൊക്കെ കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൂട്ടാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എനിക്ക് കുറേ കഥകളൊക്കെ പറയാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം കൂടാം. അങ്ങനെ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ച് വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യമായിട്ട് എന്ത് കഥ പറയുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻ്റർവ്യൂ ഓർമ്മ വന്നത്. അതായത് ബേസിൽ ജോസഫിൻ്റെ ഈ അടുത്തിറങ്ങിയൊരു സിനിമയാണ് അതിരടി അല്ലേ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് കാണാൻ സാധിച്ചില്ല, കാരണം ഞാനിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ്. 3 മാസമായിട്ടുള്ള കുട്ടിക്ക്. അപ്പോൾ എനിക്ക് ആ കുട്ടീനെ കൊണ്ട് സിനിമ കാണാൻ പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനി ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതിനകത്ത് ഒരാളാണ് ബേസിൽ ജോസഫ്. കാരണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നല്ല കോമഡിയൊക്കെ കലർന്ന് ആ ചിരി കേട്ടാൽ തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചില ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അതിൻ്റെ അടിയിലുള്ള കമൻസും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് ബേസിൽ ജോസഫ്. അതേപോലെ അന്നത്തെ ഇൻ്റർവ്യൂവിനകത്ത് ബേസിൽ ജോസഫിൻ്റെ കൂടെ വിനീത് ശ്രീനിവാസനും ഉണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ സംസാരം കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ഒരു പാവം ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുക. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് അറിയുന്ന ഉത്തരം വളരെ ക്ലിയർ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തരിക. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ളൊരു കോംബോ ഇൻ്റർവ്യൂ. അതിൻ്റെ കൂടെ ഷാൻ റഹ്മാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺസേർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടോക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് വിനീത് ശ്രീനിവാസൻ നമുക്കറിയാം, ഒരു ഗായകൻ കൂടിയാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസേർട്ട് നടക്കുന്നുണ്ട്. അത് വയനാട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ അവർ അതിനെ ഒരു തമാശ രൂപേണ ആദ്യം ഗാനമേള എന്ന് പറഞ്ഞു, അതിൽ കൺസേർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബേസിൽ ജോസഫ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതായത് ഷാൻ റഹ്മാൻ എന്തോ ഒരു വയനാടിനെ പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞു. അപ്പം ബേസിൽ ജോസഫ് പറയുന്നുണ്ട്, വയനാടിനെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, തളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബേസിൽ ജോസഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ബേസിൽ ജോസഫും ലിജോ മോളും കൂടിയുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ആ സിനിമ നമ്മളുടെ പൊന്മാൻ സിനിമേൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബേസിൽ ജോസഫ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ വയനാടാണ്. അതേപോലെ ലിജോ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ രണ്ടുപേർക്കും വയനാടുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ബേസിൽ ജോസഫ് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ട് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയ സമയത്ത് വയനാട്ടുകാരനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും പോലും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വണ്ടിയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പം അദ്ദേഹം കളിയാക്കി പറയും, ഞാൻ വള്ളി തൂങ്ങി ആടിയിട്ടാണ് വരുന്നത്, ടാർസിനെ പോലെയാണ് വരുന്നതെന്ന് പറയും എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സീക്വൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വയനാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഇതേ അനുഭവങ്ങൾ എനിക്കും പലയിടത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ PG പഠിച്ചത് മൈസൂറാണ്. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈസൂർ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ പല അതായത് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കണ്ണൂർ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു, മലപ്പുറം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള വടക്കൻ ജില്ലകളാണ് കൂടുതൽ. കോട്ടയം എറണാകുളം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞ സമയത്ത് ഇതേപോലെ ഉള്ളൊരു എക്സ്പ്രഷനായിരുന്നു. അവർ ആദ്യം എന്നെ കൂടെ കൂട്ടാൻ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ വിചാരിച്ചിരുന്നത് എനിക്ക് ഒന്നും അറിയില്ലായിരിക്കും, ഞാൻ ഒരു പൊട്ടക്കിണറ്റിലെ തവള പോലെ
അങ്ങനെയുള്ളൊരു നാടാണ് വയനാട്. അതായത് ഒരു പുരോഗമനമൊന്നുമില്ലാത്ത, സിറ്റികളൊന്നുമില്ലാത്ത, സ്കൂളും കോളേജൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു നാടാണ് വയനാട് എന്നുള്ളൊരു പൊതുധാരണ കുറേ ആൾക്കാർക്ക് ഈ കഴിഞ്ഞ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് ചാനലിൽ കാണിക്കുന്ന സമയത്തും ഇവിടുത്തെ വനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വന്യജീവി ശല്യത്തെക്കുറിച്ചും പിന്നെ പറയുന്നത് ഇവിടുത്തെ ST വിഭാഗം ആൾക്കാരെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ കാണുന്ന വയനാട് എന്ന് പറയുമ്പം ഇത് മാത്രമാണ് അവർ കാണുന്നുള്ളൂ. അതായത് വനം മാത്രമുള്ള ഒരു നാടായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ടല്ലേ. ടൂറിസ്റ്റുകൾ വരുന്നതും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ തന്നെയും വയനാട്ടിലെ കാട് അല്ലെങ്കിൽ ഡാം അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക. അവിടെയൊന്നും ഈ പറയുന്ന സിറ്റികളോ സ്കൂളോ കോളേജോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതും ഇവർക്ക് ഇത്ര ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടൂർ പോയത് എറണാകുളത്തുള്ള വീഗലാൻഡിലേക്കായിരുന്നു ടൂർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ ഒരു റൈഡിലിരിക്കുമ്പം മറ്റേതൊരു കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ വന്നിട്ടുള്ള ആൾക്കാർ എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വയനാട്ടിൽ നിന്ന് കോളേജ് ടൂറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത പടിക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വയനാട്ടിൽ കോളേജൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വയനാട് എന്ന് പറയുന്ന ഒരു കാടാണ്. ഇവിടെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ, പുറംലോകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെയും കോളേജും നാടും വീടുകളും കാടും ഉണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുമുണ്ട്. അവരും മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് പ്രത്യേകതകളൊന്നുമില്ല. അവർക്ക് കുറച്ച് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവുണ്ട്. പക്ഷെ നമ്മളും ഗവൺമെൻറ്റും ഒക്കെ ചേർന്നിട്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, മുൻധാരയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളിത് കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോഴും ബേസിൽ ജോസഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പം അവരുടെ ഇടയിൽ ആ ഒരു വയനാട്ടിൽ നിന്ന് വന്നു, വയനാട് എന്താണ് ഒരു കാട് പ്രദേശമാണെന്നുള്ള, അല്ലെങ്കിൽ വയനാട്ടിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ ടോക്ക് അവരുടെ ഇടയിൽ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും ബേസിൽ ജോസഫ് അത് എതിർത്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് കാരണം ഞാനും ഈ നാട്ടുകാരി ആയതുകൊണ്ടും ഇതേ അനുഭവങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുള്ളതും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായ ആ ഒരു കഥ. അപ്പോൾ ഓക്കെ, ബൈ.